ನಮ್ಮ ഇൻഫേമസ് ആളുക്കൽ ട്രിപ്പിൾ മർഡർ കേസ്, അതായത് അരിക്കോടിലെ ആളുക്കൽங்கிற സ്ഥലത്തിൽ ഒരു ട്രിപ്പിൾ മർഡർ കേസ് ഉണ്ടായിരുന്നു 2013 ജൂലൈ മാസം. സോ അതിൽ അക്യൂസ്ഡ് മുഹമ്മദ് ഷെരീഫ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ സ്വന്തം ഭാര്യയും 2 കുട്ടിയും, ഒരു കുട്ടിക്ക് 2 വയസ്സും മറ്റൊരു കുട്ടിക്ക് 5 വയസ്സും 3 ആൾക്കാരെയും മർഡർ ചെയ്തിട്ട് മനഃപൂർവ്വമായിട്ട് ഒരു വെള്ളത്തിൽ തള്ളി ഡ്രൗണിങ് ചെയ്ത് ഉണ്ടായിരുന്നു. ആ കേസിൽ ആൾമോസ്റ്റ് 11 ഇയേഴ്സ് കഴിഞ്ഞ് 11 ഇയേഴ്സായിട്ട് ആബ്സ്കോണ്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അവനെ നമ്മൾ ഡാൻസ് ഓഫ് ടീം DPC ശ്രീമതി ചൈത്യ തെരേസ IPS അവരുടെ നിർദ്ദേശപ്രകാരം വേരിയസ് ഇൻ്റലിജൻസ് കളക്ട് ചെയ്തിട്ട് അവരെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടി. സോ അവൻ അവിടെ ഒരു ടാക്സി ഡ്രൈവറായിട്ട് ഉണ്ടായിരുന്നു. അവന് അവിടെ ഒരു പുതിയ കല്യാണം കഴിച്ചിട്ട് ഉണ്ടായിരുന്നു. അവർക്ക് അവിടെയും കുട്ടികളുണ്ട്. സോ ഇവനെ വാറണ്ട് ഇന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് മഞ്ചേരി കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇവനക്ക് മറ്റ് സ്ഥലങ്ങളിലും കേസസ് ഉണ്ട്. മംഗളൂരിലെയും ഒരു കേസുണ്ട്, വാഴക്കാടിലെയും മറ്റ് കേസസ് ഉണ്ട്. എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അവിടെയും നിയമപ്രകാരം നടപടികൾ ഉണ്ടാവും. ഭാര്യയും 2 കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചീക്കോട് വാവൂർ സ്വദേശി മുഹമ്മദ് ഷെരീഫ് പിടിയിലായത് ബാംഗ്ലൂരിൽ വ്യാജ പേരിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെ. 2013 ജൂലൈയിലായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. ഭാര്യ സാബിറ, മക്കളായ 4 വയസ്സുള്ള ഫാത്തിമ ഫിദ, 2 വയസ്സുള്ള ഫൈഹ എന്നിവരെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ജാമ്യം ലഭിച്ച മുഹമ്മദ് ഷെരീഫ് 2015 മുങ്ങി. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയ മുഹമ്മദ് ഷെരീഫ് വ്യാജമായി രേഖകൾ ഉണ്ടാക്കിയതായി പോലീസ് കണ്ടെത്തി. മുഹമ്മദ് ഷെരീഫ് എന്ന പേര് മുഹമ്മദ് യൂസുഫ് ഷെരീഫ് എന്നാക്കിയായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവ വ്യാജവിലാസത്തിൽ ഉണ്ടാക്കിയതായി പോലീസ് പറഞ്ഞു. കൊൽക്കത്ത സ്വദേശിയെ വിവാഹം കഴിച്ച ബാംഗ്ലൂരിൽ കഴിയുന്നതിനിടയിലാണ് പോലീസിൽ പിടിയിലായത്. സാബിറ എന്നാണ് കൂടെയുണ്ടായിരുന്ന ഭാര്യയുടെ പേര് പറഞ്ഞത്. കൊല്ലപ്പെട്ട ഭാര്യയുടെ പേരും സാബിറ എന്നാണ്. മുഹമ്മദ് ഷെരീഫ് വിവിധയിടങ്ങളിൽ താമസിച്ച് പലതരം ജോലികൾ ചെയ്തിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഏതാനും വർഷങ്ങളായി ബാംഗ്ലൂരിലാണ് താമസം. രാത്രിയിലാണ് ടാക്സി ഓടിക്കുന്നത്. പകൽ കാര്യമായി പുറത്തിറങ്ങാറില്ലെന്നും മലയാളികളുമായി സമ്പർക്കം കുറവാണെന്നും ഹിന്ദിയിലാണ് സംസാരമെന്നും പോലീസ് പറഞ്ഞു. ഇതിനിടയിലാണ് ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ബാംഗ്ലൂരിലെത്തുന്നത്. കൊണ്ടോട്ടി ASP കാർത്തിക് ബാലകുമാർ നൽകിയ നിർദ്ദേശമനുസരിച്ച് ഡാൻസ് ഓഫ് സംഘത്തിലെ P സഞ്ജീവ്, O രതീഷ്, PC മുഹമ്മദ് മുസ്തഫ, T സബീഷ്, C സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ബംഗളൂരുവിൽ നിന്ന് മുഹമ്മദ് ഷെരീഫിനെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, എയർ 1.